രണ്ട് സമയം ഇപ്പോൾ ഏകദേശം 1:15 നമ്മളിപ്പോൾ എവിടെയാണ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുംബൈയിൽ നിന്ന് ഏകദേശം ഒരു 90 കിലോമീറ്റർ മാറിയുള്ള അലിബാഗ് എന്ന് പറഞ്ഞ് വളരെ ഭംഗിയുള്ളൊരു ബീച്ചിൻ്റെ സൈഡിലാണ് കേട്ടോ. ഞാനും ഉണ്ട്, ചേട്ടനും ഉണ്ട്. ചേട്ടൻ ടിൻഡർ സെറ്റായി. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്തെങ്കിലും പറയണ്ടോ? ഓക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഷിങ് ചെയ്യാനാണ്. അപ്പം നമ്മൾ ഇതിന് മുമ്പ് മുംബൈയിൽ വന്നിട്ട് ചെമ്പല്ലി പിടിക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോഴേക്കും നമ്മുടെ അടുത്ത് കുറേ ആൾക്കാർ ചോദിച്ചു കേരളത്തിൽ ചെമ്പല്ലി കിട്ടുമല്ലോ, പിന്നെ നമ്മൾ എന്തിനാണ് മുംബൈക്ക് മീൻ പിടിക്കാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പാഷനാണ് കേട്ടോ. അല്ലാതെ നമ്മൾ അതിനകത്ത് മീൻ പിടിക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മൾ പുതിയ സ്ഥലങ്ങൾ കാണുക, പുതിയ സ്പോട്ടുകൾ എക്സ്പ്ലോർ ചെയ്യുക, ആരും വരാത്ത സ്ഥലങ്ങളിൽ വന്നിട്ട് ഫിഷിങ് ചെയ്യുക. കാരണം ഞങ്ങൾ ഇവിടെ ഇതുവരെ വന്നിട്ട് ഒരു മനുഷ്യൻ പോലും ഫിഷിങ് ചെയ്യുന്നത് കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ അധികം പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല. ഇതാണ് നമ്മുടെ ടെൻറ്റ് കേട്ടോ. ചെറിയ ലൈറ്റൊക്കെ ഉണ്ട്. 3% ടെൻറ്റാണ്. ശരിക്കും 2 പേർക്ക് കിടക്കാൻ പറ്റുന്നുണ്ട്. ഇത്രയും ഇടയുണ്ട്. ചേട്ടൻ ഇരിക്കുന്ന ഈ ഗ്യാപ്പും കഴിഞ്ഞിട്ട് നമ്മുടെ ലഗേജും കഴിഞ്ഞിട്ട് ഒരാൾക്കും കൂടെ കിടക്കാനുള്ള ഇടയുണ്ട്. അപ്പോൾ നമ്മൾ പയ്യെ ഗുഡ് നൈറ്റ് ആകാൻ പോവാണ്. കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ കാസ്റ്റ് ചെയ്യും. ബാക്കി നാളെ രാവിലെ കേട്ടോ. വെളുപ്പിനായി നമ്മൾ നന്നായിട്ട് കിടന്ന് ഉറങ്ങി കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ചേട്ടൻ എണ്ണീറ്റ് റെഡി ആവുന്നു. അപ്പോൾ നമ്മൾ ചൂണ്ടയിടാൻ വേണ്ടി തുടങ്ങുവാണ്. ഇവിടെയാണ് കേട്ടോ നമ്മൾ സ്റ്റേ ചെയ്തത്. നിങ്ങൾ കണ്ടോ, ഇതൊരു വലിയൊരു ഡ്രൈവിംഗ് ബീച്ചാണ്. ഇതുണ്ടോ, ഇതിങ്ങനെ കിലോമീറ്റർ കണക്കിന് കണ്ണെത്താ ദൂരത്ത് കിടക്കുന്ന ഒരു വലിയൊരു ഡ്രൈവിംഗ് ബീച്ചാണ്. നമുക്ക് കറക്റ്റായിട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് വരാം. നമുക്ക് വണ്ടി ഓടിച്ച് ഇവിടം വരെ വരാം. പക്ഷേ ഇതിന് വണ്ടി കയറ്റാൻ സ്ഥലമില്ല. അതുകൊണ്ട് നമ്മൾ കറങ്ങി അപ്പുറം വഴി വണ്ടി കയറ്റി വണ്ടി ഇവിടെ കൊണ്ട് വെച്ചിരിക്കുവാണ്. അതുപോലെ തന്നെ ഇതൊരു അഴിമുഖമായത്. അതായത് ഇവിടുന്ന് വെള്ളം ഇറങ്ങി കറങ്ങി തിരിച്ച് കടലിൽ ചേരും. അപ്പോൾ നമ്മൾ ഇവിടെയായിട്ടാണ് ചൂണ്ടിടാൻ ഉദ്ദേശിക്കുന്നത്. ഈ സൈഡിൽ കൂടെ നിങ്ങൾ കാണുന്നുണ്ടോ, കൽക്കെട്ടുണ്ടോ? ഈ കൽക്കെട്ടിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മൾ ചൂണ്ടയിട്ട് ഇങ്ങനെ കറങ്ങി അങ്ങ് വരെ ചൂണ്ടിടാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ചേട്ടൻ ഓൾ സെറ്റാണ് കേട്ടോ. ചേട്ടനെ പരിചയപ്പെട്ടിട്ടില്ലല്ലോ. ഇതാണ് കേട്ടോ നമ്മുടെ ചേട്ടൻ. അപ്പോൾ ചേട്ടനാണ് നമ്മുടെ വെബ്സൈറ്റ് മാനേജർ. അതായത് www.fishingfreeze.in എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകളും ല്യൂറുകളും എല്ലാം നമ്മൾ വെബ്സൈറ്റിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് അവിടെ നിന്ന് മേടിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്തതും മാനേജ് ചെയ്തതും ചേട്ടനാണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ് ഒക്കെ കാണിച്ചു തരാം. ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ നോർമൽ സാധനം പെൻ ഡെറ്റനേറ്റർ 8 feet ആണ് കേട്ടോ. ഇത് നമ്മുടെ വെബ്സൈറ്റ് കിടപ്പുണ്ട്. അതുപോലെ തന്നെ ഷിമാനോ സെഡോണ 5000 XG. പിന്നെ ചേട്ടൻ യൂസ് ചെയ്യുന്നത് ഷിമാനോ ക്രൂസർ 2802. ഇത് നമ്മുടെ വെബ്സൈറ്റിൽ കിടപ്പുണ്ട്. അതുപോലെ തന്നെ ഷിമാനോ FX 4000. ഇപ്പോൾ ന്യൂ വേർഷനാണ് കേട്ടോ, പുതിയ വേർഷനാണ്. ഇത് നമ്മുടെ വെബ്സൈറ്റിലുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്. അതുപോലെ തന്നെ നമ്മൾ ലിവർ കാസ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. മീൻ കിട്ടുവാണെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും ദൂരം വന്നതാണ്. അപ്പോൾ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യും. പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്യും. എന്നിട്ട് കിട്ടുന്ന മീൻ എന്തായിക്കോട്ടെ അതിന് നമ്മൾ കറി വെക്കും, കഴിക്കും. നിങ്ങളിപ്പോൾ കാണുന്നുണ്ടോ, നമുക്ക് എന്തെങ്കിലും മേടിക്കാൻ പോകണമെങ്കിൽ അത്രയും ദൂരമുണ്ട്. അതുകൊണ്ട് മാക്സിമം മീൻ പിടിച്ച് കഴിക്കുക. അതാണ് നമ്മുടെ ഇന്നത്തെ ടാർഗറ്റ് കേട്ടോ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. അപ്പോൾ നമ്മൾ കാസ്റ്റ് ചെയ്യാനുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇതുണ്ട്, ഇത് ആ പുലിമുട്ടിൻ്റെ എൻഡാണ്. നമുക്ക് ഇവിടെ നിന്ന് കാസ്റ്റ് ചെയ്യാം. ഇവിടുന്ന് അങ്ങോട്ട് കാസ്റ്റ് ചെയ്യാം, നല്ല ലോങ് കാസ്റ്റ് ചെയ്യാം. ഇതുപോലെ തന്നെ ഒരു പുലിമുട്ട് അപ്പുറമുണ്ട്. പക്ഷേ അത് അപ്പുറം വഴി കറങ്ങി വരണം. അപ്പോൾ നമുക്ക് ഇവിടെ ചെറിയ മീൻ്റെ ആക്ടിവിറ്റി കാണിക്കുന്നുണ്ട്, ചെറിയ കണമ്പിൻ്റെ. അപ്പം നമുക്ക് അവിടെ കാസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി, ചെറുതാണ് കേട്ടോ. എങ്ങനെ ഇതിനെ ഊരിയെടുക്കും? വായിൽ നിറച്ച് പല്ലാണ് ഈ സാധനത്തിൻ്റെ. ചത്തിട്ടില്ല ഉണ്ടോ, നമ്മുടെ പാമ്പാടയൊക്കെ പോലിരിക്കണ്ടോ. എൻ്റെ വായി നിറച്ച് പല്ലാണ്.
പ്രെഡേറ്ററി ഫിഷാണ് ഇവൻ. മറ്റു മീനുകളെ കഴിക്കുന്ന മീനാണ്. കണ്ടോ, ഇത് കണ്ടോ. Guys, അയ്യോ, ഓ മൈ ഗോഡ്. ഓ ഷോ, ഇതെങ്ങനെ ഊരിപ്പോയെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. നമ്മുടെ സ്പ്ലിറ്ററിങ് കിടപ്പുണ്ട്. നമ്മുടെ ഹുക്ക് ഊരിപ്പോയി. എനിക്ക് ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. അടിച്ച മീൻ ചെമ്പല്ലിയായിരുന്നു. മീൻ മേളി വന്ന് ഒന്ന് ഇത് ചെയ്യുന്ന കണ്ടു. ചുവന്ന നിറം കണ്ടു. അത്യാവശ്യം മീഡിയം സൈസ്, വലിയ സൈസ് ചെമ്പല്ലി ഒന്നുമില്ല. എന്നാലും ഒരു 1 കിലോ മിച്ചം കാണും. ഒരു 3/4 കിലോ എങ്ങനെയാണെങ്കിലും ഉണ്ട്. ഹുക്ക് ഊരിപ്പോയി. നമുക്കത് ഇതുവരെ പിടി കിട്ടുന്നില്ല. നമുക്ക് എന്താണെന്ന് ട്രൈ ചെയ്ത് നോക്കാം. റെഡ് ഹെഡ് ഒരു മീൻ അടിച്ചിട്ടേ ഉള്ളൂ ഞാൻ. ആ സാധനം ഇനി അടുത്ത ലൂർ മാറ്റത്തുള്ളൂ. അപ്പോൾ റെഡ് ഹെഡ് ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. മീന ആ, ഓ അത് ഉടക്കി ഗൈസ്. മീനാണ് പക്ഷേ ഗൈസ് മീനാണ് പക്ഷേ കറുപ്പ്. ഒരു ഇച്ചിരി ഇതേ ഉള്ളൂ. അച്ചാമരെ ഒരു ചെമ്പല്ലി അടിച്ച് നമുക്ക് ഹുക്ക് ഊരിപ്പോയി. കണ്ടല്ലോ. ഇപ്പം നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് റെഡ് ഹെഡ് ആണ്. കണ്ടല്ലോ, കറക്റ്റ് അവൻ്റെ ചുണ്ടിന് സൈഡിൽ കൂടെ ജസ്റ്റ് മിസ്സാകണ്ട. വിട്ടെ നാട്ടിലാണ് റിലീസ് ചെയ്യേണ്ട സാധനമാണ്. പക്ഷെ നമ്മളിന്ന് ഇവിടെ സ്റ്റേ ആണ്. അപ്പം നമുക്ക് വേറെ ഫുഡൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എടുക്കാതിരിക്കാൻ പറ്റില്ല. സോ ഇറ്റ്സ് നമ്മൾ ഇതിനെ കീപ്പ് ചെയ്യുവാണ്. കണ്ടല്ലോ. ഓക്കെ, എന്നാലും നമുക്ക് സാധനത്തിന് എടുക്കാം, ഒരു ഫോട്ടോ ഒക്കെ എടുക്കാം. നമ്മളെന്നാണെങ്കിലും ഐസ് ബോക്സും ഗ്രിപ്പറും ഒക്കെ അപ്പുറം അടിക്കണം. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഇവിടെ കിടക്കട്ടെ. അവിടെ കിടന്നോളൂ. ഫോട്ടോ ആയിരുന്നു. നമുക്ക് കഴിക്കാൻ ഇനി കറിയൊന്നുമില്ല, അതാണ്. അപ്പോൾ ഇനി നമ്മുടെ പരിപാടി നേരെ കുക്കിംഗ് ആണ് കേട്ടോ. നമുക്ക് കിട്ടിയ ആ 2 മീനെ, ഒരു കറുവപ്പിനെ ഒരു എന്തോ ഒരു മീനിനെ ഇവിടെ വെച്ച് നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മൾ അതിന് മുമ്പ് നമ്മുടെ ടെൻറ്റ് ചേട്ടനും ഞാനും കൂടെ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടോ, ചത്തിട്ടുണ്ടോ നമുക്ക് നോക്കാം കേട്ടോ. ഇത്രേ ഉള്ളൂ ഒരു ഐസ് ബോക്സിൻ്റെ വലിപ്പം. ചത്തിട്ടില്ല കേട്ടോ. ഞാനും ചേട്ടനും മാത്രമല്ലേ ഉള്ളൂ. അപ്പം നമുക്ക് നൈസായിട്ടൊരു അടുപ്പൊക്കെ ഉണ്ടാക്കി ഇവിടെ തന്നെ ഇട്ടതിനെ കറി വെക്കാം. നമ്മൾ മീൻ കറി വെക്കാനായിട്ട് കുറച്ച് ലേറ്റ് ആക്കി. കാര്യം എന്താ വെച്ചാൽ നൈറ്റ് ആയി കഴിഞ്ഞാൽ കുറച്ചും കൂടെ രസമല്ലേ, ഒരു ചെറിയ നൈറ്റിൻ്റെ ഒരു ആംബിയൻസും വരും. ഇപ്പോഴാണെങ്കിൽ നല്ല തണുപ്പുണ്ട്, അപ്പം അത്യാവശ്യം നല്ല രസമാണ്. അപ്പോൾ നമുക്ക് ആദ്യമേ നമ്മുടെ പാമ്പാടനെ വെട്ടാം. ഇതെന്നാ മീനാണ് ശരിക്കും പറയാൻ എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. നല്ല നമ്മൾ ഐസ് ബോക്സിൽ ഐസ് ഇട്ട് വെച്ചാണ് കേട്ടോ, അതുകൊണ്ടാണ് നല്ല വടി പൊട്ടിക്കുന്നത്. ഭയങ്കര തണുപ്പ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യമേ ഇവനെ വെട്ടാം. ഇവനെ എങ്ങനെയാണ് വെട്ടേണ്ടതെന്ന് എനിക്കൊന്നും ഒരു ഐഡിയ ഇല്ല. നല്ല ഭംഗിയുണ്ട് എന്തായാലും മീൻ വെക്കണം കേട്ടോ. കഴിക്കുന്ന മീനാണ്, കാരണം ഞാനിത് മാർക്കറ്റിലൊക്കെ കണ്ടിട്ടുണ്ട്. കളയാനൊന്നും ഇല്ലെന്ന് തോന്നുന്നു. കെട്ടിയത് കളയാൻ മൊത്തത്തിൽ
അത്രേ ഉള്ളൂ. 1 മിനിറ്റ് കൊണ്ട് മീൻ ക്ലീൻ കണ്ടിട്ടുണ്ടോ? സിമ്പിൾ. തണുത്ത് മരച്ചിരിക്കുവാണ് ഗ്രൂപ്പർ. നേരത്തെ എടുത്ത് പുറത്ത് തുടങ്ങാൻ. വീട്ടിലായിരുന്നെങ്കിൽ മമ്മി നല്ല അടിപൊളിയായിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ ചെയ്ത് റെഡിയാക്കി തന്നെ. പക്ഷേ നമുക്കിപ്പോൾ തൊലി ചെത്താനുള്ള ഓപ്ഷൻ ഇല്ല. കണ്ടല്ലോ, ഇങ്ങനെ അങ്ങ് ഇത് ചെയ്ത് തലങ്ങ് തുറക്കുക. ഇത് കണ്ടോ, നിറച്ച് പല്ല ചികളെ മൊത്തം വായിലോട്ട് കയറ്റി 2 ക്രഷ് ചെയ്ത് കഴിയുമ്പം മീൻ നല്ല അരഞ്ഞ് പരുവാകും. ഇപ്പം ഇന്ന് വല്ലോ വേറെ എന്തെങ്കിലും മീനെ തിന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം അറിയാൻ പറ്റും, വയറ്റിൽ കാണും. മഞ്ഞ് ക്ലീനിങ് ആണ് കേട്ടോ. അല്ല, ചെതമ്പിൽ കളയുന്ന ആരും ഓർത്തില്ല, അതുകൊണ്ട് വെട്ടി കഴിഞ്ഞിട്ടാണ് ചെതമ്പിൽ കളയുന്നത്. നമുക്ക് മീനിനെ നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകാം കേട്ടോ. മീനിനെ കഴുകിയിട്ട് നമുക്കിത് കല്ലിലിട്ടൊന്ന് ഉരയ്ക്കാം, ഉപ്പൊക്കെ തേച്ച്. ഇടാം അതില്ലേ. നമുക്ക് നമ്മുടെ മീനെടുത്ത് നന്നായിട്ട് ഇതിലിട്ടൊന്ന് ഉരയ്ക്കാം കേട്ടോ. എന്തായാലും നമ്മൾ ഉപ്പിട്ട് നന്നായിട്ട് കല്ലിട്ട് ഉരച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഉളുമ്പിൻ്റെ കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഉളുമ്പെല്ലാം പോയി. വെള്ളം കുറച്ചേ ഉള്ളൂ. എനിക്ക് ഒരു ബക്കറ്റ് ഒരു കുപ്പി വെള്ളത്തിൽ മീൻ ക്ലീൻ ചെയ്യണം. ആവശ്യമില്ല. പോരെ, കളറൊക്കെ മാറിയല്ലോ. നമുക്ക് നമ്മുടെ പാമ്പാടനെ കൂടെ ഇത് ചെയ്യാം കേട്ടോ. ഉറയ്ക്കാം. ഇതിന് നല്ല ഉളുമ്പുണ്ട്. നല്ല കിടുക്കാഴ്ചയായിട്ട് വെളുത്തല്ലോ. നമുക്കിനി മീനൊന്ന് വരയാം കേട്ടോ. അടുപ്പിച്ചടുപ്പിച്ച് നല്ല താത്തി അങ്ങ് വരയാം. മസാലയും ചാറൊക്കെ നന്നായിട്ട് അങ്ങ് പിടിക്കട്ടെ. കത്തിക്ക് നല്ല മൂർച്ചയാണ്, എളുപ്പമാണ്. അല്ലേ, മുളക് പൊടി ഇടാം കേട്ടോ. എരിവ് ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല. ഇപ്രാവശ്യം നമുക്ക് ഉപ്പ് കൺട്രോൾ ചെയ്യണം. നമ്മുടെ മുളക് പൊടിക്കകത്ത് ഉപ്പ് മിക്സ് ആയിട്ടുണ്ട്, അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് ഇടുന്നുള്ളൂ. അതല്ലേ, നല്ല ഇറക്കി വെക്കാം അല്ലേ. നമുക്ക് പോയി അടുപ്പ് കത്തിയാം കേട്ടോ. നമ്മുടെ രാവിലത്തെ അടുപ്പ് തന്നെയാണ്. ഈ അടുപ്പ് നമ്മളൊരു വീഡിയോക്കകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെയിം നമ്മളൊരു 4 കർപ്പൂരം, 3 കർപ്പൂരം അത് ഈ വിറകിൻ്റെ മുകളിലേക്ക് വെച്ചു. ലാമ്പ് തന്നില്ലേ? ഇല്ല. കർപ്പൂരം കത്തി. ഇനി ഇപ്പം ഈ വിറക് പെട്ടെന്ന് തീ പിടിക്കും കേട്ടോ. ഇതിനെ നൈസായിട്ട് എടുത്തങ്ങ് വെക്കാം. ഇത് കാണുന്ന പോലെ അല്ല, ഈ വിറക് പെട്ടെന്ന് തീ പിടിക്കും. എന്തോ പൊങ്ങുതടി എന്തോ ആണ്. തീ പിടിക്കുമെന്നേ ഉള്ളൂ. ഇത് നല്ല ഇതായിട്ട് കത്തത്തൊന്നുമില്ല. നമുക്കിതിനകത്തേക്ക് കുറേ വിറക് ആഡ് ചെയ്യാം. വലുതായിട്ട് അപ്പോൾ തീ പിടിക്കുവാണ് കേട്ടോ. അപ്പം നമുക്ക് പയ്യെ നമ്മുടെ മീനെടുത്ത് ഇതിലോട്ട് വെക്കാം. അങ്ങനെ ഇരിക്കട്ടെ അല്ലേ അല്ലേ. നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത്രേ ഉള്ളൂ. ഇതും കൂടെ അങ്ങ് ആഡ് ചെയ്യാം. ഇത് നമ്മുടെ മീൻകറി ഇപ്പോൾ ചെറുതായിട്ട് തിളയ്ക്കാൻ വേണ്ടി തുടങ്ങി കേട്ടോ. ഇത് കണ്ടോ,
മീൻകറി ഇപ്പോൾ തിളയ്ക്കാൻ വേണ്ടി തുടങ്ങി. അപ്പം നമ്മൾ അധികം തീ വെച്ചിട്ടില്ല, കുറച്ച് സമയം എടുക്കും. പയ്യെ ചെറിയ തീയിൽ നമ്മൾ തിളപ്പിച്ചെടുക്കുന്നുള്ളൂ. അപ്പോൾ ഇച്ചിരി സമയം എടുക്കും മീൻകറി ആവാനായിട്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഇതിനൊന്ന് മറിച്ചിടണം. പക്ഷേ എങ്ങനെ മറിക്കുമെന്ന് നമുക്കറിയത്തില്ല, സ്പൂണോ കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ മറിച്ചിടാം. അപ്പം നല്ല തണുപ്പുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അടുപ്പിനെടുത്തിരിക്കുമ്പോഴേക്കും നല്ല രസമാണ്. അത്യാവശ്യം ചെറിയ ചൂടൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നൊരു 10-15 മിനിറ്റ് എടുക്കും ഈ മീൻകറി ആവാനായിട്ട്. അപ്പോൾ കറുവപ്പ് ആയിക്കൊണ്ടിരിക്കുന്നു. ഗൈസ്, നമ്മളപ്പോൾ മീൻകറി അങ്ങ് എടുത്തു കേട്ടോ. അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാര്യം എന്താ വെച്ചാൽ ചേട്ടനൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൾ വന്നിട്ട് ചേട്ടൻ അങ്ങോട്ട് പോയിരിക്കുമായിരുന്നു. അപ്പോൾ ചേട്ടൻ വന്നില്ല. അപ്പം ഞാൻ തന്നെ മീൻകറി സെറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ ബാക്കി ഒന്ന് വേറെ എല്ലാം കൂടെ കൂട്ടി വെച്ചൊരു ക്യാമ്പ് ഫയർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീൻകറിയുടെ അവസ്ഥ കാണിച്ചു തരാം. അതെ, ഇതുണ്ടോ മീൻകറി ഇത്ര ആയിട്ടുണ്ട്. അപ്പം ചൂടോടുകൂടി ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ചേട്ടൻ വന്നു കഴിയുമ്പം നമുക്ക് ചേട്ടനെ കൂടി ടേസ്റ്റ് ചെയ്യിപ്പിക്കാം. നല്ല കറുപ്പ് കേട്ടോ. അപ്പോൾ ചൂടോടുകൂടി ഒന്ന് ടേസ്റ്റ് ചെയ്യാം. ചേട്ടൻ വന്നിട്ട് ചേട്ടൻ കൂടി ടേസ്റ്റ് ചെയ്യിപ്പിക്കാം. പുള്ളി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൂടെ വന്നിട്ട് പോയതാണ്. അപ്പോൾ നമുക്ക് ചൂട് പോകുന്നതിന് മുമ്പ് ടേസ്റ്റ് ചെയ്യണമല്ലോ. ഓക്കെ, അപ്പം കറുപ്പ് സ്വന്തം കറിയാണ് കേട്ടോ. വലിയ ടേസ്റ്റ് ഒന്നുമില്ല, ഇച്ചിരി ഉപ്പും മുളകും എല്ലാത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ്, പിന്നെ മീനിൻ്റെ ഒരു ടേസ്റ്റ്. കാര്യം ഞാൻ ഈ മമ്മി കഴിക്കുന്ന മീൻകറി കഴിച്ചേ നമുക്ക് ആ ഒരു ലെവലുള്ള മീൻകറി പിടിക്കത്തുള്ളൂ. അത്രയും ടേസ്റ്റ് എന്താണെന്ന് വന്നിട്ടില്ല. പിന്നെ നമുക്കിത് കഴിച്ച് തീർക്കും, കാരണം വിശപ്പാണുള്ള ഏറ്റവും വലിയ ഇത്. അപ്പോൾ ചേട്ടൻ വന്നു കഴിയുമ്പോഴേക്ക് ഞങ്ങളിത് കഴിച്ച് തീർക്കും. അപ്പോൾ നമ്മുടെ ക്യാമ്പ് ഫയർ ഒക്കെ കണ്ടല്ലോ. അപ്പോൾ ഞാൻ വീഡിയോ കൂടെ വൈൻഡപ്പ് ചെയ്യണം, കാരണം നമ്മുടെ ലൈറ്റ് പോകും. മിക്കവാറും എൻ്റെ ടോർച്ചിൻ്റെ ബാറ്ററി ഏകദേശം തീരുവാണ്. അപ്പോൾ ചേട്ടന് ഞാൻ കൂടി ഇത് കഴിച്ച് തീർക്കും. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാര്യം നമ്മൾ ഉറപ്പായിട്ടും ഇനിയും ഇതുപോലെ ക്യാമ്പിങ്ങും കുക്കിങ്ങും ഫിഷിങ്ങും എല്ലാം കൂടെ ഉള്ള വീഡിയോസ് നമ്മുടെ ചാനൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു നല്ല എപ്പിസോഡായിട്ട് കാണാം. ഇറ്റ്സ് മീ സെബിൻ സിറിയക് ആൻഡ് മൈ ബ്രദർ ജിനോ സിറിയക്. ചേട്ടൻ ഇവിടെ ഇല്ല. അപ്പോൾ ചേട്ടൻ വരുമ്പോൾ ചേട്ടൻ്റെ ബൈ പറയാം കേട്ടോ. ഓക്കെ.